ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് നല്ലൊരു സ്വീറ്റ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ചെറുപയർ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിന്ന് അതിനൊരു 1/2 കിലോ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. 2 ടൈപ്പ് ചെറുപയർ കിട്ടുന്നുണ്ട്. തീരെ ചെറിയതായിട്ടുള്ള ഒരു പയർ കിട്ടുന്നുണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് നെയ്യിലൊക്കെ മൂപ്പിച്ചെടുക്കുമ്പം പെട്ടെന്ന് മൂത്ത് വരും. വലിയ പയർ കിട്ടുന്നുണ്ട്, അതെടുക്കാതിരിക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പം നമ്മളിത് പായസത്തിനൊക്കെ നമ്മൾ പയർ മൂപ്പിക്കുന്ന അതേപോലെ നല്ലതുപോലെ പച്ചമണം മാറുന്നതുപോലെ മൂപ്പിച്ചെടുക്കണം. പിന്നെ നമ്മളൊരു പുട്ടിൻ്റെ തരിയുടെ അതുപോലെ നമ്മൾ പൊടിച്ചെടുക്കണം. തീരെ പൊടിഞ്ഞു പോവാതെ നോക്കണം, അല്ലെങ്കിൽ നമുക്ക് ലഡു ഉരുട്ടിയെടുക്കുമ്പോൾ നല്ലതായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരു 100 ഗ്രാം നെയ്യ് വേണം. പിന്നെ ഒരു 200 ഗ്രാം ശർക്കര വേണം. നാടൻ ശർക്കര ആണെങ്കിലും കുഴപ്പമില്ല. മധുരമൊക്കെ കൂടുതൽ വേണ്ടിയവർ പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാരപ്പൊടി പിന്നെ ചേർക്കാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ഇതിന് നമ്മളൊരു 200 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു തേങ്ങ ഫ്രഷായിട്ട് തന്നെ തേങ്ങ നമ്മൾ ചിരണ്ടി എടുക്കണം. പിന്നെ കാജു, കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പൊക്കെ അതൊക്കെ അവനവൻ്റെ കയ്യിലുള്ളതുപോലെ നമുക്ക് ചേർക്കാം. അപ്പം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൂടുതലിട്ടാൽ നല്ലതായിരിക്കും. ഒരു 4-5 ഏലക്ക, അത് നമ്മൾ നല്ലതുപോലെ ഒന്ന് പൊടിച്ച് വെക്കണം. ഏലക്കയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ലഡുവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെയ്യിൽ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളൊരു കടായി വെച്ചിട്ട് ഒരു വലിയ സ്പൂണ് നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. നെയ്യൊന്നും നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ചെറുപയറിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ സ്ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത്തിരി സമയം എടുക്കും. കൂടുതൽ സമയം വേണം നമുക്ക് ഇത്ര ഒന്ന് മൂത്ത് വരാൻ. ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും. അപ്പം നമുക്കിത് നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ നല്ല പയർ മൂത്ത ഒരു മണം തന്നെ വരും. അപ്പം നമുക്ക് അറിയാൻ പറ്റും. നമുക്കിത് നല്ലതുപോലെ ഒന്ന് വറുത്തിട്ട് പിന്നെ ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ പയറൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്യാസൊന്ന് ഓഫാക്കാം. ഒരുവിധം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിക്കകത്തൊന്ന് പൊടിക്കാൻ പറ്റുള്ളൂ. ഒരു ചെറിയ തരിയോടുകൂടി നമുക്കിത് പൊടിക്കണം. ആദ്യം ഇതൊന്ന് തണുക്കാൻ വെക്കാം. നമ്മളിത് കണ്ടോ, ചെറുപയറെല്ലാം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചുമ്പോൾ നമ്മളിത് കണ്ടോ ചെറിയ തരിയോടുകൂടി പൊടിക്കണം. തീരെ പൗഡറായി പോകില്ല. നമുക്ക് ലഡു ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ ഇരിക്കുള്ളൂ. നമ്മൾ അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കാൻ ഞാൻ പാകത്തിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇനി ഒരു 4 വലിയ സ്പൂണ് നെയ്യ് എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പം നമ്മൾ ഒരു കടായി ചൂടാക്കിയിട്ട് നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആദ്യം തന്നെ ഈ ശർക്കരയാണ് ഇടാൻ പോകുന്നത്. ശർക്കര ഒന്ന് അലുത്ത് കഴിഞ്ഞിട്ട് വേണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പിന്നെ തേങ്ങ ഇടണം. ഒന്ന് സ്ലോ ആയിട്ട് ഒന്ന് നെയ്യ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ശർക്കര ഒന്ന് അലുത്ത് കിട്ടും. നമുക്ക് ശർക്കര ഒന്ന് അലുത്തുന്നവരെ വെക്കാം. തീരെ ചെറിയ തീയിൽ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ ശർക്കര ഒരുപാട് മൂത്ത് പോകുമ്പോൾ നമുക്ക് ലഡു ഭയങ്കര കട്ടിയായി പോകും. ശർക്കരയൊക്കെ നല്ലതുപോലെ ഉരുകിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പതഞ്ഞ് വരുന്ന ആ സമയത്ത് വേണം നമ്മൾ അത് കൂടുതലായി പോലെ ശർക്കര ഭയങ്കര കട്ടിയായി പോകും നമ്മുടെ ലഡു ഉണ്ടാക്കുമ്പോൾ. ഈ തേങ്ങ ചിരവി ഒരു മുറി തേങ്ങയാണ്, അത് നമുക്കിപ്പോൾ ഇതിനകത്തോട്ട് ഇടാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഏതൊക്കെ നട്ട്സ് ഉള്ളോ അത് നമുക്കിടാം. നമ്മളിപ്പോൾ കപ്പലണ്ടി കിസ്മസ് ആണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഗ്യാസ് ഒന്ന് സ്ലോ ആക്കി വെക്കണം ഈ സമയത്ത്. നമുക്കിനി പൊടിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം. അത് നമ്മളൊരു ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ ലഡു ഒക്കെ എങ്ങനെയാണ് ഉരുട്ടിയെടുക്കുന്നത് അതുപോലെ നല്ലതുപോലെ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ ഇത് ഉരുട്ടിയെടുക്കണം. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഗ്യാസ് ഓഫാക്കാം. ഏലക്ക പൊടിച്ചതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പം നല്ലതുപോലെ ഇളക്കി ഞാൻ ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ലഡു ഉരുട്ടിയെടുക്കാം. നമ്മൾ നല്ലതുപോലെ ഇളക്കി ഇതും മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ചൂടോടുകൂടി തന്നെ ഉരുട്ടുവാണ്. ഇതുണ്ടോ നല്ല ഉരുണ്ട് റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ് ഇത്. അപ്പം നമുക്കിത് ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചൂടാറുന്നതിന് മുമ്പേ ഉരുട്ടിയെടുക്കാം.
അപ്പം നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള ലഡു നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മളൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെയും വരാം.